പിന്നെ ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് ഞങ്ങളുടെ വ്രതശുദ്ധിക്ക് യാതൊരു ഭംഗവും വരില്ല. ഇനി എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ തന്നെ ദൈവൂട്ടി അതിന് വഴങ്ങില്ലാന്ന് മുത്തശ്ശിക്ക് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ പിന്നെ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. അതെ, നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. നാളെ നിന്റെ അച്ഛന്റെ ഓർമ്മദിന. ബലി ഇടേണ്ടതുകൊണ്ടാ ഞാൻ വ്രതത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. ഔട്ടിംഗ് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഹോട്ടലിൽ നിന്ന് ആഹാരമൊന്നും കഴിച്ചേക്കരുത്. അതുപോലെ തന്നെ ശരീരവും മനസ്സും ശുദ്ധമായിട്ടിരിക്കണം. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടമ്മേ. ഞങ്ങൾ അങ്ങനെ അടുത്തിടപഴകുന്നൊന്നുമില്ല. അതിന്റെ ആവശ്യം തൽക്കാലം ഇല്ലല്ലോ. എന്നാ രണ്ടുപേരും കൂടി ചുറ്റിത്തിരിഞ്ഞ് നടക്കാതെ വേഗം വീട്ടിലേക്ക് തിരിച്ചു വാ. ശരി ശരി, ഞങ്ങളിതാ എത്താറായി. ശ്രീകലാമ്മയുടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാ. നാളെ അച്ഛൻ്റെ ഓർമ്മദിനമായി പോയി. ഇല്ലെങ്കിൽ ശ്രീകലാമ്മയുടെ താക്കീതുകൾക്ക് ഞാനിന്നൊരു തീരുമാനം ഉണ്ടാക്കിയേനെ. തൽക്കാലം വ്രതമുറപ്പിക്കാൻ ഇത് മതി. നാളെ അച്ഛൻ്റെ ശ്രാദ്ധ. നാളെ കടപ്പുറത്ത് ബലിതർപ്പണം ഉണ്ടാവും. സുരേന്ദ്ര, എന്താ സുരേന്ദ്ര, തിരക്കിലാണോ? അത് 4-5 ഓർഡറുകളുണ്ട് നാഗപ്പ. അതെ, നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കടയിൽ വരണം, അത്രേ ഉള്ളൂ. എങ്കിലേ നാളെ ഉച്ചയ്ക്ക് താൻ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ കൂടാം. എന്ന് വെച്ചാ അല്ല, വല്ല വിശേഷമുണ്ടോ? ഏയ്, അങ്ങനെ വിശേഷമൊന്നുമില്ല. തനിക്കെന്താ ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നാളെ അഖിലമ്മളുടെ എക്സാം കഴിയുകയില്ലേ, അപ്പോ അതിന്റെ വകയായിട്ട് നമ്മളൊന്ന് ഒത്തുകൂടുന്നു. നല്ല ഭക്ഷണവും കഴിച്ച് അല്പനേരം എല്ലാവരുമായിട്ട് മിണ്ടിയും പറഞ്ഞിരുന്നിട്ട് പിരിയാം. എന്താ? അത് കടയിൽ നല്ല തിരക്കാണ്. നാളെ വെള്ളിയാഴ്ച കൂടിയല്ലേ? അതൊന്നും സാരമില്ല. കുറച്ചു നേരം വിനോദമൊന്നും നിൽക്കില്ലേ? താൻ ഇനി അതിനൊരു ഒഴിവൊഴിവൊന്നും പറയണ്ട. നാളെ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ കൂടുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എനിക്ക് മാർക്കറ്റിൽ ഒന്ന് കയറണം. എന്നാ പോട്ടേടോ. നാഗപ്പന്റെ ഈ വരവും വിളിയൊന്നും വെറുതെ ആവില്ല. എന്തോ തക്കതായ കാര്യമുണ്ടല്ലോ. ഇനി ഇന്ദുമതി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണൂ. ദേവിച്ചേച്ചിയാണല്ലോ. ആ ദേവിച്ചേച്ചി, ഇതേതാ നമ്പര്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ചേച്ചിയുടെ കാര്യങ്ങൾ എന്തായി? ഇപ്പോഴും ഔട്ട് ഹൗസിൽ തന്നെയാണോ താമസം? അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് എന്നെ ചേച്ചി ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. അല്ല കിഷ, ദയവിട്ട് പറഞ്ഞ സത്യ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തി. ഇനി ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇന്ദുമതി ആന്റിയും അഖില ഇവിടെ ഉണ്ട്. അവരുടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ദേവുട്ടേച്ചിയും സന്ദീപേട്ടനും വീഡിയോ കോളാ. ദേവുട്ടി ഇവിടെ സുഖമായിട്ടിരിക്കുന്നോ? അമ്മയുടെ ഉണ്ട്.
ഞങ്ങൾ എന്താ ഇവിടെയെന്നോ? കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെയാ മോളെ. നീ നിന്റെ കാര്യം സേഫ് ആക്കിയല്ലോ, പക്ഷേ അതിനുള്ള ശിക്ഷയൊക്കെ അനുഭവിക്കുന്നത് ഞങ്ങളാ. ആ ഗഗം വന്ന് ഞങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കി വീട് സ്വന്താക്കി. ഇപ്പതേ കിഷന്റെ വീട്ടിലാ ഞാനും അഖിലും താമസിക്കുന്നത്. ഒരു കുടിസ് മുറിയില് ഞങ്ങള് രണ്ടുപേരും കഷ്ടപ്പെട്ട് കഴിയുക. ഈ നശിച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും മോളെ. ഞങ്ങളെ നിന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റൂലേ നിനക്ക്? ഇനിയുള്ള കാലം എനിക്ക് നിന്റെ കൂടെ കഴിയാൻ ആഗ്രഹം. ദേവൂട്ടി ഇപ്പോ നമ്മുടെ തറവാട് വക സ്കൂളിന്റെ മാനേജറാ. മാനേജരോ? സന്ദീപിന്റെ കൂടെ പോയതുകൊണ്ട് നിന്റെ ജീവിതം മെച്ചപ്പെട്ടു, പക്ഷെ ഞങ്ങളുടെ കാര്യം അധോഗതിയായി. നിന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ പ്രതികാരത്തിനിപ്പോ അഖിലെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കും അവൻ. ആന്റി പേടിക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാള് ദേവൂട്ടി അന്വേഷിച്ച് എവിടെയും വന്നിരുന്നു. ഇപ്പൊ ആ ഗഗനും വിക്രമനും പോലീസ് കസ്റ്റഡിയില്ല. ആ സന്ദീപേട്ടാ, അയാളും വിക്രമനും അവിടെ എത്തിയോ? ദേവൂട്ടിയെ അയാളും വിക്രമനും കൂടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. തക്ക സമയത്ത് ഒരു ലേഡി പോലീസ് ഓഫീസർ എത്തി ദേവൂട്ടി രക്ഷിച്ചു. ഗഗനെയും വിക്രമനെയും തൂക്കിയെടുത്ത് അകത്തുകിടും ചെയ്തു. നോൺ ബെയിലബിൾ ഒഫൻസാ ചാർജ് ചെയ്തിരിക്കുന്നത്. ആ ലേഡി പോലീസ് ഓഫീസർക്ക് വിദ്യാമ്മയുടെ ഒരു ഛായ ഉണ്ടെന്നാ ദേവൂട്ടി പറയുന്നത്. ഇനി വിദ്യാമ്മയെ കാണുമ്പം ചോദിച്ചു നോക്ക്, കുടുംബത്തിലുള്ള ആരെങ്കിലും IPSകാരാണോ? വിക്രമനെ ഗഗനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവര് ദേവൂട്ടിയെ നോക്കിയപ്പോ ദേവൂട്ടിക്ക് അത് വിദ്യാമ്മയാണെന്ന് തോന്നിയെന്ന്. ചേച്ചിയുടെ ആ സംശയം ഞാനിന്ന് ദീപാരാധന തൊഴുതിട്ട് വിദ്യാമ്മയോട് നേരിട്ട് ചോദിക്കാം. ഞാൻ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. എന്നാ നടക്കട്ടെ, ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ശരി സന്ദീപേട്ടാ. ശരി, ബൈ. അവളുടെ ഒരു യോഗം. അവളിപ്പോ സ്കൂള് മാനേജറാന്ന്. ആ സ്ഥാനത്തിന് നല്ല ശമ്പളം ഉണ്ടാവും അവൾക്ക്, അല്ലേ മോളെ? ആന്റി എന്തിനാ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ദേവൂട്ടി ചേച്ചിയുടെ അടുത്ത് പെരുപ്പിച്ച് പറഞ്ഞത്? ഈ വീട്ടില് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, പിന്നെന്തിനാ ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞത്? ദേവൂട്ടി ചേച്ചിക്ക് അത് കേട്ടാ വിഷമാവില്ലോ? അമ്മയോട് അതേപ്പറ്റി ഞാൻ പറയുമായിരുന്നു. കിഷ, ഇവിടെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ വീട്ടിൽ ഞങ്ങൾ ഹാപ്പിയാ. എന്നും പറഞ്ഞ് എന്നും ഒന്നും ഇവിടെ തന്നെ കഴിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ അവളോട് ഞങ്ങളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേ. അമ്മയുടെ ആഗ്രഹം അതാണെങ്കിലേ സന്ദീപേട്ടനോ ദേവൂട്ടി വരുമ്പോ അതങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ.